ഫാക്ടറൈസ് ദി എക്സ്പ്രഷൻസ് ആൻഡ് ഡിവൈഡ് ദം ആസ് ഡയറക്റ്റഡ്. ഇവിടെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 10 ബൈ വൈ പ്ലസ് 5. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലംസിലൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ന്യൂമറേറ്ററിലെ എക്സ്പ്രഷനകത്ത് നമുക്ക് ഡിനോമിനേറ്ററുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ടേംസ് ഉണ്ടായിരുന്നല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഈ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ എക്സ്പ്രഷൻസിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, ഏത് ഐഡന്റിറ്റിയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയാൽ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പക്ഷേ ഇതെന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് രണ്ട് ഐഡന്റിറ്റിയും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് 3 ടേംസ് ഉള്ളത് കൊണ്ട് നമ്മുടെ തേർഡ് ഐഡന്റിറ്റിയും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇനി ഏത് ഐഡന്റിറ്റി ആയിരിക്കും? നമ്മുടെ ഫോർത്ത് ഐഡന്റിറ്റി ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോർത്ത് ഐഡന്റിറ്റി എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഈ ഐഡന്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. ഈ ടേം എന്ന് പറയുന്നത് 7y ആണ്. എ ബി എന്ന് പറയുന്നത് 10ഉമാണ്. അതായത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10ഉം കിട്ടണം, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, 5 + 2 ചെയ്താൽ നമുക്ക് 7 കിട്ടും. 5 × 2 ചെയ്താൽ 10ഉം കിട്ടും ഇല്ലേ. അപ്പോൾ 5ഉം 2ഉം നമുക്ക് എന്തായിട്ട് എടുക്കാം? രണ്ട് നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എ നമുക്ക് 2 ആയിട്ട് എടുക്കാം, ബി നമുക്ക് 5 ആയിട്ട് എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിനെ നമുക്ക് വൈ സ്ക്വയർ പ്ലസ് ഈ 7y നമുക്ക് 2 + 5 × y പ്ലസ് 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം ബൈ വൈ പ്ലസ് 5 ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 5y. ഈ y കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 2 × 5 ബൈ വൈ പ്ലസ് 5. ഇനി ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ കോമൺ എടുക്കുന്നു, ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടുന്ന് y കോമൺ എടുക്കാം, ബാക്കി ഇവിടെ ഒരു y ഉണ്ട്, പ്ലസ് ഇവിടെ 2 ഉണ്ട്, പ്ലസ് ഇവിടുന്ന് നമ്മൾ 5 കോമൺ എടുക്കുന്നു. അപ്പോൾ y പ്ലസ് ബാക്കി ഇവിടെ 2 ബൈ വൈ പ്ലസ് 5. ഇനി നമുക്കിവിടെ രണ്ടിടത്തും y + 2 കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു y ഉണ്ട്, ഇവിടെ ഒരു 5ഉം ഉണ്ട് ബൈ വൈ പ്ലസ് 5. ഇപ്പോൾ കണ്ടോ, കട്ട് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് പറ്റും അല്ലേ. y + 5ഉം y + 5ഉം കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? y + 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? m² - 14m - 32 ബൈ m + 2. ഫസ്റ്റ് ടേം പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പക്ഷേ ലാസ്റ്റ് ടേം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ നമ്മുടെ ഫോർത്ത് ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 32ഉം കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രണ്ടും മൈനസ് ആണ് അല്ലേ. മൈനസ് നെഗറ്റീവ് നമ്പേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവുമായിട്ട് എടുക്കണം. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ബിഗ് നമ്പർ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നോക്കി, ഇവിടെ ആഡ് ചെയ്യുമ്പം 14ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പം 32ഉം കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ വേണം? 32 എന്ന് പറയുന്നത് 2 × 16 എന്താണ്? 32 ആണ്. 16ഉം 2ഉം കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്തും കിട്ടും? 14ഉം കിട്ടും. അപ്പം നെഗറ്റീവാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിവിടെ ഈ 16നെ നെഗറ്റീവായിട്ട് എടുത്താൽ എന്ത് വരുമെന്ന് നോക്കിയേ. -16 × 2 32 ആണ്. ഇനി -16 + 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലോ നമുക്ക് -14ഉം കിട്ടും. കണ്ടല്ലോ. അപ്പം നമുക്ക് -16ഉം 2ഉം നമുക്ക് എയും ബിയുമായിട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? m²
മൈനസ് 16 പ്ലസ് 2. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ആക്കിയിട്ട് ഈ -16 നിങ്ങൾക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കോ. ഇതിനെ നമുക്ക് m² പ്ലസ് -14m പ്ലസ് -32 ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഫോർത്ത് ഐഡൻറ്റിറ്റിയുടെ ഫോമിൽ നമുക്കിതിനെ കിട്ടും. ഇതെന്ന് പറയുന്നത് x², ഇത് a+b × x, ഇത് ab ബൈ m+2 ഈസ് ഈക്വൽ ടു. ഇനി നെഗറ്റീവ് ഇട്ട് തന്നെ ഡയറക്റ്റ് എഴുതുവാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ -16 + 2, അപ്പോൾ -16m + 2m എന്ന് എടുത്താൽ മതി കേട്ടോ. ഇതിനെ m² പ്ലസ് -16 + 2 × m പ്ലസ് -16 × 2, -32നെ നമ്മൾ ഇങ്ങനെ എഴുതി ബൈ m+2 ഈസ് ഈക്വൽ ടു m² പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് -16m + 2m, m കൊണ്ട് നമ്മളിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് -16m ആയി. അപ്പോൾ ഈ പ്ലസ് മാറ്റിയിട്ട് നമ്മളിവിടെ മൈനസ് ആക്കി. ഇത് +2m പ്ലസ് -16 × 2 ബൈ m+2. ഇനി നമുക്ക് ഈ രണ്ട് ടേമിനും കോമൺ എടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് m കോമൺ എടുക്കാം. ബാക്കി m-16 പ്ലസ് ഇവിടുന്ന് നമുക്ക് 2 കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി m-16 ബൈ m+2. ഇതെന്തായി? ഇവിടെ m-16ഉം m-16ഉം കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ കോമൺ എടുക്കുന്നു. ബാക്കി ഇവിടെ m, ഇവിടെ +2 ബൈ m+2. ഇത് രണ്ടും കട്ടായി. ബാക്കി m-16 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5p² - 25p + 20 ഡിവൈഡഡ് ബൈ p - 1. ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. അപ്പോൾ ഇതുവരെ ചെയ്തതിലെല്ലാം നമ്മുടെ ഫസ്റ്റ് സ്ക്വയറിൽ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ഇവിടെ ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ x² അല്ലെങ്കിൽ p² അങ്ങനെയുള്ളായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ നിന്ന് നമ്മൾ ഒരു നമ്പർ അങ്ങ് കോമൺ എടുക്കണം. ഇവിടെ ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം 5 നമുക്ക് കോമൺ എടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ എഴുതാം. 5p² - 25p + 20 ഡിവൈഡഡ് ബൈ p - 1. ഇതിൽ നിന്ന് നമ്മൾ 5 ഇങ്ങ് വെളിയിലെടുക്കുന്നു. അപ്പോൾ ബാക്കി എന്ത് വരും? 5 × p² - 25ൽ നിന്ന് 5 എടുത്താൽ 5 × 5 ആണ് 25. അപ്പോൾ ബാക്കി 5p പ്ലസ് 20 എന്ന് പറയുന്നത് എന്താണ്? 4 × 5 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 എടുത്താൽ ബാക്കി ഇവിടെ 4 ബൈ p - 1. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 5 × ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മുടെ മിഡിൽ ടേമിനെ നമുക്ക് 2ab എടുക്കുമ്പോൾ എന്തായിട്ട് കിട്ടില്ല? 5p ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫോർത്ത് ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതാണുള്ളത്? ഇവിടെ നമുക്ക് -5 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നോക്കിയേ, രണ്ട് നമ്പേഴ്സും നെഗറ്റീവായിട്ട് എടുത്താലേ നമുക്ക് -5 കിട്ടത്തുള്ളൂ. രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആയാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പറും കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 4ഉം 1ഉം എടുത്തെങ്കിലേ പറ്റുള്ളൂ. 4 × 1 4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 + 1 5 കിട്ടും അല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സും നമുക്ക് ഒന്ന് -1ഉം ഒന്ന് -4ഉം എടുക്കണം. -1 × -4 ചെയ്താൽ നമുക്ക് +4 കിട്ടും. -1 + -4 ചെയ്താൽ -5ഉം കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? p² മൈനസ്, ഇവിടെ നമുക്ക് -1 -4. ഇനി വീണ്ടും അങ്ങ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നില്ല, ഒരുമിച്ച് അങ്ങ് എഴുതുവാണേ. -1p -4p പ്ലസ് 4 ബൈ p - 1. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ വീണ്ടും ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് എഴുതാതെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി അങ്ങ് എഴുതിയേ. ഇനി ഇവിടുന്ന് എന്തൊക്കെ കോമൺ എടുക്കാം? 5 × ഇവിടുന്ന് ഈ രണ്ട് ടേമിൽ നിന്ന് p കോമൺ എടുക്കാം, ഇവിടുന്ന് 4ഉം കോമൺ എടുക്കാം. അപ്പോൾ p കോമൺ എടുത്താൽ ബാക്കി എന്താണുള്ളത്?
ഇവിടെ പി മൈനസ് 1 ഉണ്ട്. ഇവിടുന്ന് 4 കോമൺ എടുത്താൽ മൈനസ് 4 കോമൺ എടുത്താൽ ഇവിടെ പി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ മൈനസ് ആണ്. മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളതിൻ്റെ സൈൻ മാറി ഇവിടെ പ്ലസ് ആയിരുന്നു, അതെന്താവും? മൈനസ് ആവും. എന്നാലേ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? സോറി, ഇവിടെ 1 ആണ്. 4 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 1 ആണ് കേട്ടോ, പി മൈനസ് 1. എന്നാലേ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -4 ഇൻറ്റു -1 +4 കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ +1 എഴുതിയാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്താവും? -4 + 1 -4 ആയി പോവും. നമുക്ക് +4 ആണ് വേണ്ടത്, അതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് മൈനസ് കൊടുക്കണം. ബൈ പി മൈനസ് 1. ഇവിടുന്ന് നമുക്ക് പി മൈനസ് 1 വീണ്ടും കോമൺ എടുക്കാം. അപ്പോൾ 5 ഇൻറ്റു പി മൈനസ് 1. പി മൈനസ് 1 ഇവിടുന്ന് കോമൺ എടുത്താൽ ബാക്കി ഇവിടെ പി. ഇവിടുന്ന് പി മൈനസ് 1 എടുത്താൽ ബാക്കി ഇവിടെ -4 ബൈ പി മൈനസ് 1. പി മൈനസ് 1ഉം പി മൈനസ് 1ഉം കട്ട് ചെയ്യുന്നു. ബാക്കി 5 ഇൻറ്റു പി മൈനസ് 4. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. 4yz ഇൻറ്റു z² പ്ലസ് 6z മൈനസ് 16 ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു z പ്ലസ് 8. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4yz ഇൻറ്റു z² പ്ലസ് 6z മൈനസ് 16 ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു z പ്ലസ് 8. ഇവിടെ നോക്കിയേ, ഈ z² പ്ലസ് 6z മൈനസ് 16 എന്നുള്ളത് നമ്മുടെ ഏത് ഐഡൻറ്റിറ്റിയുടെ ഫോമിലാണ് എന്ന് നോക്കണം. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മളിവിടെ 2ab എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 8 ആണ് വരുന്നത്, 6 കിട്ടത്തില്ല. ഇവിടെ എ എന്ന് പറയുന്നത് z ആണ്, ബി എന്ന് പറയുന്നത് ഇവിടെ 4 വരും അല്ലേ. 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 2ab എടുക്കുമ്പോൾ 2 ഇൻറ്റു z ഇൻറ്റു 4, ദാറ്റ് ഈസ് 8z വരും. നമുക്ക് 6z കിട്ടില്ല. അപ്പോൾ ഇത് ഏതിൻ്റെ ഫോമിലാണ്? നമ്മുടെ ഫോർത്ത് ഐഡൻറ്റിറ്റിയുടെ ഫോമിലായിരിക്കും ഇത്. നമ്മുടെ ഫോർത്ത് ഐഡൻറ്റിറ്റി എന്തായിരുന്നു? x² പ്ലസ് a പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇതാണ് നമ്മുടെ ഫോർത്ത് ഐഡൻറ്റിറ്റി. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ഈ z² എന്ന് പറയുന്നത് x² ആണ്, 6z എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു എക്സ് ആണ്, എ ബി എന്ന് പറയുന്നത് 16 ആണ്. അപ്പം നമുക്കിവിടെ -16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ വരാൻ വേണ്ടി ഇതിനെ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് -16 നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടണം. ആ നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുമ്പോൾ 6ഉം കിട്ടണം അല്ലേ. അതേപോലെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് 16ൻ്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് നോക്കാം. അല്ലാതെ നിങ്ങൾക്ക് ടേബിളൊക്കെ നന്നായി അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. 8 ഇൻറ്റു 2 16 ആണ്. പക്ഷെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? -16 ആണ് കിട്ടേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിലേ നമുക്ക് -16 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏത് നമ്പറാണ് നെഗറ്റീവായിട്ട് എടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ടേം കൂടെ നോക്കണം. ഇവിടെ 6ന് ഏതാണ് സൈൻ? പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ കിട്ടണമെങ്കിൽ ബിഗ്ഗർ നമ്പറിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ. അപ്പോൾ 8നെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം, 2വിനെ നെഗറ്റീവായിട്ടും എടുക്കണം. അപ്പോൾ 8 ഇൻറ്റു -2 ഈസ് -16 വരും. പിന്നെ 8 പ്ലസ് -2 എന്ത് വരും? 6 വരും കേട്ടോ. നമുക്കിവിടെ തന്നിരിക്കുന്ന അതേപോലെ തന്നെ കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4yz ഇൻറ്റു z² പ്ലസ്, അപ്പോൾ ഇവിടെ എ ബി, എ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? എ ഈസ് 8 അല്ലെങ്കിൽ -2, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എ ഈസ് 8, ബി ഈസ് -2. അപ്പോൾ എന്ത് വരും? 6z എന്ത് വരും? 8 പ്ലസ് -2 z പ്ലസ് ഇവിടെ എന്ത് വരും? 8 ഇൻറ്റു -2. ഇവിടെ ഈ മൈനസിനെ പ്ലസ് ആക്കി എടുത്തത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ്. നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഞാൻ പ്ലസ് കൊടുത്തിട്ട് നെഗറ്റീവ് ഞാൻ 16ൻ്റെ കൂടെ ബ്രാക്കറ്റിലിട്ട് കേട്ടോ. ഇതിൻ്റെ മീനിങ് ഇത് രണ്ടും കൂടെ എന്ത് വരും? -16 തന്നെ ഇവിടെ വരും. ഇതിനകത്ത് ചേഞ്ച് ഒന്നും വരത്തില്ല കേട്ടോ. ഡിവൈഡഡ് ബൈ
2y ഇൻറ്റു ഇസഡ് പ്ലസ് 8 ഈസ് ഇക്വൽ ടു 4y ഇസഡ്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ടേമുകളെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം? ഇതിനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇസഡ് സ്ക്വയർ പ്ലസ് 8z മൈനസ് 2z പ്ലസ് 8 ഇൻറ്റു -2 ബൈ 2y ഇൻറ്റു ഇസഡ് പ്ലസ് 8 ഇസ് ഇക്വൽ ടു 4y ഇസഡ് ഇൻറ്റു, ഇവിടെ നിന്ന് നമുക്ക് ഇസഡ് കോമൺ എടുക്കാം. ഇസഡ് കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഒരു ഇസഡ് ഉണ്ട്, ഇവിടെ പ്ലസ് 8. ഇനി ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം? ഇവിടെ നിന്ന് 2 നമുക്ക് കോമൺ എടുക്കാം. അപ്പം -2, ഇവിടെ ബാക്കി ഇസഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 8 ഉണ്ട്, പ്ലസ് 8. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ നെഗറ്റീവ് സൈൻ ആയിട്ട് നമ്മളിവിടെ സൈൻ ചേഞ്ച് ചെയ്തില്ലല്ലോ എന്ന് വരും അല്ലേ. ഇവിടെ നോക്കി, ഇവിടുന്ന് നമ്മൾ -2 ആണ് എടുത്തത്, ഇവിടുന്ന് -2 ആണ് എടുത്തത്. അതുകൊണ്ടാണ് ഇതിനുള്ളിൽ സൈൻ ചേഞ്ച് ആവാഞ്ഞത് കേട്ടോ. ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലംസിലെല്ലാം ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? +2 ആയിരിക്കും. അന്നേരം നമ്മുടെ ഇവിടുത്തെ സൈൻ ചേഞ്ച് ആകും. ഇവിടെ ഓൾറെഡി -2 ആണ് നമ്മൾ കോമൺ എടുത്തത്, അതുകൊണ്ട് ഇവിടുത്തെ സൈൻ ചേഞ്ച് ആയില്ല. 2y ഇൻറ്റു ഇസഡ് പ്ലസ് 8. ഇനി നമുക്ക് ഈ ഇസഡ് പ്ലസ് 8 കോമൺ എടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? 4y ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് 8 എടുത്താൽ ബാക്കി ഇവിടെ ഇസഡ് മൈനസ് 2 ആണുള്ളത്, ബൈ 2y ഇൻറ്റു ഇസഡ് പ്ലസ് 8. ഇനി നമുക്ക് കട്ട് ചെയ്യാം, ഇത് തമ്മിൽ കട്ട് ചെയ്യാം, വൈയും കട്ട് ചെയ്യാം, 2ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആകും. ബാക്കി എന്തുണ്ട്? 2z ഇൻറ്റു ഇസഡ് മൈനസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5pq ഇൻറ്റു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ബൈ 2p ഇൻറ്റു പി പ്ലസ് ക്യൂ. ഇവിടെ നോക്കിയാൽ ഇതിന് നമുക്ക് ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം? നമ്മുടെ തേർഡ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5pq ഇൻറ്റു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ നമ്മൾ പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ 2p ഇൻറ്റു പി പ്ലസ് ക്യൂ. ഇവിടെ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം, പിയും കട്ട് ചെയ്യാം അല്ലേ. ബാക്കി എന്തുണ്ട്? 5q ഇൻറ്റു പി മൈനസ് ക്യൂ ബൈ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12xy ഇൻറ്റു 9x സ്ക്വയർ മൈനസ് 16y സ്ക്വയർ ഡിവൈഡഡ് ബൈ 4xy ഇൻറ്റു 3x പ്ലസ് 4y. ഇവിടെ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ. 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്, 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയറുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ ആയിട്ട് 3x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ, മൈനസ് ഇതിനെ നമുക്ക് 4y ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് എ ആയി, ഇത് ബി ആയി. ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമിലായി, ഡിവൈഡഡ് ബൈ 4xy ഇൻറ്റു 3x പ്ലസ് 4y. ഇതിനെ എങ്ങനെ എഴുതാം? 12xy ഇൻറ്റു, ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിൽ എഴുതാം. എ ഈസ് 3x പ്ലസ് ബി ഈസ് 4y, എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിൽ എഴുതി, ഡിവൈഡഡ് ബൈ 4xy ഇൻറ്റു 3x പ്ലസ് 4y. ഇപ്പോൾ ഇതേപോലത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്യാം, xyയും കട്ട് ചെയ്യാം, 4ഉം 12ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 3 ആവും. ബാക്കി എന്തൊക്കെയുണ്ട്? 3 ഇൻറ്റു 3x മൈനസ് 4y. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 39y ക്യൂബ് ഇൻറ്റു, ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് രണ്ടും എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. പക്ഷേ നമ്മുടെ തേർഡ് ഐഡൻറ്റിറ്റിയെ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ തേർഡ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വേണം. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു നമ്പർ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയാൽ 2 കോമൺ എടുത്താൽ ഇവിടെ എന്ത് വരും?
50 എന്ന് പറയുന്നത് 2 ഇൻറ്റു 25 ആണ്. 98 എന്ന് പറയുന്നത് 2 ഇൻറ്റു 49ഉമാണ്. അപ്പോൾ ഇവിടുന്ന് രണ്ടിടത്തുനിന്നും 2 നമ്മൾ കോമൺ എടുത്താൽ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 49ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ 2 ഇങ്ങ് വെളിയിൽ എടുത്തെഴുതാമേ. ഇൻറ്റു 2 ഇൻറ്റു ഇവിടുന്ന് 2 എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 25y² മൈനസ് 49 ഡിവൈഡഡ് ബൈ 26y² ഇൻറ്റു 5y പ്ലസ് 7 ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം? 39y³ ഇൻറ്റു 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താണ്? 5y ദ ഹോൾ സ്ക്വയർ ആണല്ലേ. അപ്പോൾ 5y² മൈനസ് 49 നമുക്ക് 7² എന്ന് എഴുതാം. ബൈ 26y² ഇൻറ്റു 5y പ്ലസ് 7. ഇതിപ്പോൾ a² മൈനസ് b² ഫോമില അല്ലേ. ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? 39y³ ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി, അല്ലെങ്കിൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഡിവൈഡഡ് ബൈ 26y² ഇൻറ്റു 5y പ്ലസ് 7. ഇനി കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്യുക. y² ഈ y³ നിന്ന് 2y കൂടെ കട്ട് ചെയ്തു. 2ഉം 26ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? 13 വരും. 13 ഇൻറ്റു 3 ആണ് 39. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. അപ്പോൾ 3y പിന്നെ 5y മൈനസ് 7. അപ്പോൾ 3y ഇൻറ്റു 5y മൈനസ് 7 എന്ന് നമുക്ക് ആൻസർ കിട്ടി.